അപ്പൊ ഗായ്സ് ഇതവിടെ മുട്ടായി വിതരണത്തിലോട്ടാണ് കേട്ടോ. ഞാൻ ഗൾഫിൽ നിന്ന് കൊടുത്ത മുട്ടായി ഇതാ കുട്ടികളെല്ലാരും വീതിച്ചെടുക്കാണ്. ഹലോ അസ്സലാമു വെൽക്കം ബാക്ക് ടു വണ്ടറിംഗ് വൈബ്സ്. അത് എല്ലാവരും നമ്മളിപ്പോ എവിടുക്കുമ്പോ മുംബൈയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോവുകയാണ്. ഞങ്ങൾ ദിവസമായിട്ട് മുംബൈയിലേക്ക് കോലങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ അതാ ആകെ ക്ഷീണിതയായിട്ടാണ് നമ്മൾ പോകുന്നത്. ഉമ്മാനെ എന്നെ കണ്ടതൊന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല, ആരാണെന്നൊന്നും മനസ്സിലാവുണ്ടാവില്ല. എത്താനായി സംഭവം അല്ലേ, കോഴിക്കോട് എത്താനായിണ്ട്. മക്കള് എല്ലാരും ഉണ്ട് കേട്ടോ. അത് ഹായ് പറയും. ഇപ്പൊ അതാ പുറത്തെ കാഴ്ചകളിൽ പുളകിതനായിരിക്കുന്നു. നമ്മള് ഫുഡൊന്നും അങ്ങനെ കരുതിയിട്ടൊന്നുമില്ല കേട്ടോ. പഴമൊക്കെ ഉണ്ട്, ജ്യൂസ് ഉണ്ട്. അങ്ങനെ നമ്മൾ വിജയകരമായി നാട്ടിലെത്തിയിരിക്കുന്നു കേട്ടോ, കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ. അപ്പൊ നമ്മളെ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. അതോ ട്രെയിൻ ഇഷ്ടമായോ? നമ്മളെ ലഗേജസ് ഒക്കെ അയച്ച് നമ്മളെ ആൾക്കാരെ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇനിയിപ്പോൾ നമ്മൾ നേരെ റൂമിലേക്ക്. അപ്പം നമ്മളെ വിളിക്കാൻ വണ്ടി വന്നു കേട്ടോ. നമ്മളെ കസിനാണ് വന്നത്. അതവിടെ നിൽക്കണു. നല്ല കട്ട ചൂട്. വീട്ടിലത്തെ ദുൽഖർ സൽമാൻ എന്താ അവൻ വിചാരിക്കണോ? ദുൽഖർ എന്നല്ല കേട്ടോ. എടാ നീ തടിച്ചടാ, നീ 2 മണിയായി. 10 തടിച്ചിട്ടോ. അപ്പൊ നമ്മള് വീട്ടിലെത്തി, ഫ്രഷ് ഒക്കെ ആയിട്ടോ. കുറച്ച് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. കളിക്കാം. ഇപ്പൊ എല്ലാരും പുറത്തിറങ്ങിക്കാണ് കളിക്കാൻ വേണ്ടിട്ട്. നമ്മള് ഫ്രഷ് ഒക്കെ ആയില്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു മുംബൈ ട്രിപ്സ്? നല്ല അടിപൊളിയായിരുന്നു കേട്ടോ, കുഴപ്പമൊന്നും ഉണ്ടായില്ല, നല്ല ഉഷാറായിട്ട് പോയി. ഇപ്പൊ ഇതാ ഇന്നിപ്പോ ഒരു സാധനം കൊടുത്തിട്ടുണ്ട്, അത് കാണിച്ചു തരാട്ടോ. എന്താന്ന് ആദ്യം സൗദിയിൽ നിന്ന് വരുന്ന സമയത്ത് അത് വേണം എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. കഴിഞ്ഞ കൊല്ലം അവനക്ക് അത് ഭയങ്കര ഹിറ്റായിരുന്നു. ഇപ്രാവശ്യം അത് ഉണ്ടോന്നൊന്നും അറിയണ്ടായിരുന്നില്ല, പക്ഷെ സംഭവം കിട്ടി. കാണിച്ചു തരാം എന്താന്ന്. എല്ലാരും ഗോളിസോഡ കാണിച്ചേ. അതപ്പ ഇന്നിപ്പോ വരുന്ന സമയത്ത് എല്ലാവർക്കും ഗോളിസോഡ കൊടുത്തു കേട്ടോ. അച്ഛൻ്റെ എവിടെടാ? എല്ലാരും നേരത്തെ തന്നെ അകത്താക്കിയിട്ടുണ്ട്. അതോടെ അതോ കാണിക്ക്, ഗോളിസോഡ കാണിക്ക്. ഈ സാധനാണ് ഈ ഗോളിസോഡ. അതിലൊരു കോട്ടി ഉണ്ടാവും. ഇതാ അവിടെ ഒരു കോട്ടി കാണുന്നേ. പല പല ഫ്ലേവർ. അനക്കുണ്ടോ ഗോളിസോഡ? അക്കുണ്ടോ ഗോളിസോഡ? പെപ്സിയാണ്. അതീമ ഇവിടെ ഇതാ സൈക്കിൾ മേൽ ഇങ്ങനെ ഓടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എൻജോയ് തന്നെ അല്ലേ? അതാ ഇതാ നമ്മളെ വീട്ടിലുണ്ടായ മുല്ലപ്പൂവാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇവിടെ വന്നിട്ട് ഇത് കാണുന്നത്. മുല്ലപ്പൂ ഇവിടെ ഉണ്ടായിരുന്നോടാ ആദ്യം? നല്ലോണം ഉണ്ടായിക്കുന്നു കേട്ടോ അത്. വാ, അത്യാവശ്യം നല്ല സ്മെല്ലുണ്ട്. ചാമ്പക്ക ഉണ്ടായിട്ടില്ലേ ആ സൈഡിലാട്ടോ? ചാമ്പക്കൊക്കെ നാളെ രാവിലെ ഞാൻ കാണിച്ചു തരാം, നാളെ വീഡിയോ എടുക്കുന്ന സമയത്ത്. തുള്ളിക്കളിക്കണ കുഞ്ഞിപ്പുഴു. അതിന് ഓടിക്കാൻ അറിയണ്ടല്ലോ, തുള്ളാണ് കേട്ടോ. ഇതാരതായിരുന്നു മാമ വണ്ടി? ആദുവിന്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഇവിടുത്തെ മാമയെ ഗിഫ്റ്റ് ചെയ്താണ് കേട്ടോ. അത് ഇപ്പോഴും ഉണ്ടല്ലേ, നിലനിൽക്കുന്നു സംഭവം. ഇന്നിപ്പോൾ കൊടുത്താലും അത് നിലനിൽക്കും. അതെ നമുക്ക് ഫുഡ് കഴിക്കാം. അപ്പൊ ഗായ്സ് ഇതവിടെ മുട്ടായി വിതരണത്തിലോട്ടാണ് കേട്ടോ. ഞാൻ ഗൾഫിൽ നിന്ന് കൊടുത്ത മുട്ടായി ഇതാ കുട്ടികളെല്ലാരും വീതിച്ചെടുക്കാണ്. എപ്പോഴും ഇതാണ് കേട്ടോ ഇങ്ങനെ ഇവിടെ പരിപാടി. നമ്മൾ ഓരോന്ന് പാകത്തിനനുസരിച്ചിട്ട് എണ്ണി കുട്ടികൾക്ക് മാറ്റി വെക്കും. അപ്പൊ നോ ഫൈറ്റ്, ഇല്ല ഫൈറ്റ് ഒന്നും ഉണ്ടാവില്ല, എല്ലാവരും സന്തോഷം.
അപ്പൊ ഞാൻ കൊടുന്ന മുട്ടായികൾ ഇതാണ് കേട്ടോ. ആ ഓരോരുത്തർക്ക് കൗണ്ട് ചെയ്തെടുക്ക് കേട്ടോ. ഞാൻ ഒരൊറ്റ ബോക്സേ കൊടുന്നുള്ളൂ. പിന്നെ വലിയ വാശില്ലാത്ത മക്കളായതുകൊണ്ട് വലിയ സീനൊന്നും ഇല്ല കേട്ടോ. അവർക്ക് നമ്മൾ കൊണ്ടുവരുന്നത് അതെന്നൊക്കെ മതി. ഈ ചെറുതാട്ടോ ഉഷാറ്. ഈ ചെറുത് ഒരിച്ചെടുക്കണോക്ക് ആൾക്ക് വേണ്ട, പക്ഷെ അത് അവള് എല്ലാവർക്കും കൊടുക്കണുണ്ട്. അവളെ വീട്ടിൽ ഏറ്റവും പാവം കൊത്തി. അപ്പൊ ഇതാ നമ്മളെ വീടിന്റെ ഒരു സൈഡാണ് കേട്ടോ ഇത്. ഇവിടെ വെച്ച് നമ്മളിതാ ചക്ക മുറിക്കാൻ വേണ്ടി പോണു. ചക്ക മുറിക്കുന്ന ആള് വാവാണ്. ഇപ്പൊ ഞാൻ വന്നിട്ടുള്ള എൻ്റെ ഫസ്റ്റത്തെ ചക്ക. അങ്ങനെ നമ്മള് ചക്ക മുറിക്കുന്നു. എൻ്റെ ഫസ്റ്റ് ചക്കാണ് വാവ ഇത്. ഫസ്റ്റ് ചക്ക അതാ പോണു. അതാ നോക്ക്. ഇതുണ്ടല്ലോ അതിപ്പോ ലുലുന്നൊക്കെ വാങ്ങിക്കണെങ്കിൽ എന്താ റേറ്റില്ലേ. ഓ കയ്യിൽ എണ്ണ ഒന്നും തേക്കണ്ട. ഇതെന്തോ പശ ഉണ്ടാവില്ലേ? ആ ഇതൊക്കെ നമ്മളിവിടെ വേസ്റ്റ് ചെയ്യലില്ല കേട്ടോ. നമ്മൾ തുപ്പിക്കളയലൊന്നുമില്ല. ഉമ്മ അത് നല്ല അടിപൊളി. ഇതെന്താക്കുക? കുരുവിന്റെ കറി. ആ കറി എന്താ വെച്ച് പറഞ്ഞേ? എന്താ നല്ല മധുരം ഉണ്ടല്ലേ. അടിപൊളി സാധനം. അപ്പൊ ഉമ്മ ഇന്ന് സ്പെഷ്യലായിട്ട് ഞങ്ങക്ക് വേണ്ടിട്ട്, സത്യം പറയലുമ്പോ ഞാൻ അത് ആഗ്രഹിച്ചിരുന്നു. ഞാനേ ഓരോ വീഡിയോയിലൊക്കെ കാണുമ്പോ ഉമ്മ ഞാൻ ഫസ്റ്റ് കഴിക്കണത് ഉമ്മ ഉണ്ടാക്കി തന്നിട്ടോ. പിന്നെ അതെന്താ മീൻകറി കൂടെ ചോറൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഇതിന്റെ ടേസ്റ്റ് വേറെ ഉണ്ട്. അപ്പൊ ഞാനിപ്പോ ഇത് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയ പരിപാടി ഉണ്ട്, പുറത്തൊക്കെ ഒന്ന് പോണം. ഇതാണ് മലപ്പുറം ചക്കക്കൂട്ടാൻ. അപ്പൊ ഇതാണ് കേട്ടോ നമ്മളവിടുത്തെ ചക്കക്കൂട്ടാനും മീൻകറി കേട്ടോ. മുളകിട്ട മീൻകറി, ചക്കക്കൂട്ടാന്. ഇതിപ്പോ പച്ചച്ചക്ക അതോ പച്ചച്ചക്ക കൂട്ടാൻ വെക്കുക. ആ ഓക്കെ. പച്ചച്ചക്ക ഇത് കുക്കറിലിട്ടിട്ട് അടിച്ചുകൊണ്ട് എന്തൊക്കെ ഇതൊക്കെ ആക്കൂലേ അമ്മമാന്റെ റെസിപ്പി ഇട്ടോ, എനിക്കറിയില്ല. ഇത് മിക്കപ്പോഴും നമ്മളവിടെ ഉണ്ടാവും കേട്ടോ. ഞാൻ ഇടക്കൊക്കെ കഴിക്കലുണ്ട്. പിന്നെ അവിടെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ ഇത് ഉണ്ടാക്കൂലല്ലോ. പിന്നെ ഇങ്ങോട്ട് വരണം ഇതൊക്കെ കഴിക്കണമെങ്കിൽ. അപ്പൊ അല്ല അടിപൊളി സാധനം കേട്ടോ. നമ്മൾ എന്ത് കഴിക്കണ പോലെയാണ്. ഇപ്പൊ കപ്പൊക്കെ അല്ലേ, അത് കഴിക്കണ പോലെ തന്നെ കേട്ടോ. പിന്നെ ചക്കന്റെ ഒരു നല്ലൊരു ഫ്ലേവറും കാര്യങ്ങളും. അടിപൊളിയാ. റെസിപ്പി വേണമെങ്കിൽ പറയും, ഞാൻ അമ്മയോട് ചോദിച്ചിട്ട് പറഞ്ഞുതരാം. നല്ല അടിപൊളി മഴ. കുട്ടികൾ ഇതവിടെ ഫുട്ബോളും കഴിക്കുന്നുണ്ട് കേട്ടോ. ഒരു മൈൻഡും ഇല്ല. സമയം ഒരു 3 മണി ആയിക്കണേ. അപ്പൊ നല്ല മഴ. ഇവിടെ മഴ പെയ്ത് കഴിഞ്ഞാല് തലയിൽ കവറ് കെട്ടി വിടന്നെ കളിക്കാന്.